അമ്മച്ചിക്കുട്ടി കഥകളിലേക്ക് അമ്മച്ചിയുടെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം. അമ്മച്ചി ഇന്ന് പറയാൻ പോകുന്ന കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. പണ്ട് പാലാഴി എന്ന ഗ്രാമത്തിൽ ഒരമ്മയും 2 കുട്ടികളും താമസിച്ചിരുന്നു. അതിലൊരാളുടെ പേര് രാമു എന്നും മറ്റേ കുട്ടിയുടെ പേര് ഗോപു എന്നും ആയിരുന്നു. ഒരു ദിവസം അവർ കളിയെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അവർക്ക് നന്നായി വിശന്നിരുന്നു. അപ്പോൾ അവർ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നു, എന്തെങ്കിലും തരുമോ? അമ്മ പറഞ്ഞു, ശരി മക്കളെ, നിങ്ങൾ കുറച്ച് സമയം കൂടി കളിച്ചിട്ട് വരൂ, അപ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം. അമ്മ നോക്കിയപ്പോൾ കുറച്ച് അപ്പം ചുടാനുള്ള മാവ് മാത്രമേ പാത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ തന്നെ നല്ല ചൂടുള്ള 2 അപ്പം ചുട്ട് അമ്മ രാമുവിനെയും ഗോപുവിനെയും വിളിച്ചു. ഒരപ്പം രാമുവിനും ഒരെണ്ണം ഗോപുവിനും കൊടുത്തു. ഈ അപ്പം അവർ കയ്യിലെടുത്തപ്പോൾ രാമുവിൻ്റെ അപ്പമാണ് വലുതെന്ന് ഗോപുവിന് തോന്നി. അതല്ല, ഗോപുവിൻ്റെ അപ്പമാണോ വലുതെന്ന് രാമുവിനും സംശയം. 2 പേരും തമ്മിൽ അടിപിടിയായി. അവസാനം അവർ അമ്മയുടെ അടുത്തെത്തി അമ്മയോട് പറഞ്ഞു. 2 അപ്പവും ഒരേപോലെയാണെന്ന് അമ്മ പല പ്രാവശ്യം പറഞ്ഞു നോക്കിയെങ്കിലും രാമുവും ഗോപുവും സമ്മതിച്ചില്ല. അവർ അടിപിടി തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ അമ്മ മനസ്സിൽ വിചാരിച്ചു, എന്നും ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ തമ്മിൽ അടിപിടിയാണ്. ഇതിന്നത്തോടെ ഒന്ന് അവസാനിപ്പിക്കണം. അമ്മ രാമുവിനെയും ഗോപുവിനെയും അടുത്ത് വിളിച്ചു. 2 പേരുടെയും കയ്യിലിരുന്ന അപ്പം വാങ്ങി അമ്മയുടെ 2 കൈകളിലുമായി പിടിച്ചു. എന്നിട്ട് അമ്മ രാമുവിനോടായി ചോദിച്ചു, മോനെ രാമു, ഈ കയ്യിലുള്ള അപ്പം തൂക്കത്തിൽ തുല്യമാക്കട്ടെ. ഓ ശരി അമ്മേ, രാമു പറഞ്ഞു. അമ്മ രാമുവിൻ്റെ അപ്പത്തിൽ നിന്നും ഒരു കഷ്ണം അപ്പം കടിച്ചെടുത്തു. അമ്മ വീണ്ടും ഗോപുവിനെ നോക്കി ചോദിച്ചു, മോനെ ഗോപു, ഈ കയ്യിലുള്ള അപ്പം തൂക്കത്തിൽ തുല്യമാക്കട്ടെ. ഗോപുവും പറഞ്ഞു, ശരി അമ്മേ. അമ്മ ഗോപുവിൻ്റെ അപ്പത്തിൽ നിന്നും ഒരു കഷ്ണം അപ്പം കടിച്ചെടുത്തു. വീണ്ടും അമ്മ ഇവരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, മക്കളെ, ഞാൻ വീണ്ടും ഇത് തുല്യമാക്കട്ടെ, ഈ കയ്യിലുള്ള അപ്പം തൂക്കത്തിൽ തുല്യമാക്കട്ടെ. ഓ ശരിയമ്മേ ശരിയമ്മേ എന്ന് അവർ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അമ്മ അം എന്ന് ഈ അപ്പത്തിൽ നിന്നും ഒരേ കഷ്ണം കടിച്ചെടുത്തുകൊണ്ടിരുന്നു. അവസാനം അമ്മയുടെ കയ്യിലിരുന്ന അപ്പം 2ഉം തീർന്നുപോയി. രാമുവിനും ഗോപുവിനും കുറച്ച് പോലും കിട്ടിയില്ല. അപ്പോൾ അവർ മനസ്സിൽ സങ്കടത്തോടെ വിചാരിച്ചു, അയ്യോ, വെറുതെ അപ്പത്തിൻ്റെ വലുപ്പം പറഞ്ഞ് അടിപിടി കൂടേണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് വിശ്വസിക്കാമായിരുന്നു. ഇപ്പോഴാകട്ടെ വിശന്നിട്ടും വയ്യ. പിന്നീട് ഒരിക്കലും അവർ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടിയിട്ടേയില്ല. മക്കളെ, വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന ആഹാരം അളവും തൂക്കവും നോക്കി അടിപിടി കൂടാതെ സന്തോഷത്തോടെയും രുചിയോടെയും കഴിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം.